ഈ വള്ളത്തിൽ കയറി നീ എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മുറിഞ്ഞപുഴയിൽ വള്ളംകളി കാണാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ വള്ളംകളി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അവിടെ എത്തി. ഞങ്ങളെ പോലെ ഒരുപാട് പേര് ഹൗസ് ബോട്ടിലും ചെറിയ വള്ളത്തിലൊക്കെ ആയിട്ട് ഫുൾ വൈബിൽ വള്ളംകളി കാണാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ വള്ളംകളി തുടങ്ങി. ആദ്യത്തെ റൗണ്ടുകളിൽ 2 വള്ളങ്ങളായിട്ടായിരുന്നു മത്സരം. വള്ളംകളിയൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ വള്ളം കൊണ്ടുപോയി വേറൊരു വലിയ വള്ളത്തിന്റെ സൈഡിൽ കെട്ടി. അങ്ങനെ അതിൽ കയറിയപ്പോൾ അതിലുള്ള പയ്യന്മാരൊക്കെ പാട്ടൊക്കെ വെച്ച് ഒരേ വൈബായിരുന്നു. പിന്നെ കുറച്ചു നേരം ആ വള്ളത്തിലൊക്കെ നിന്ന് വൈബൊക്കെ അടിച്ച് നേരെ നമ്മുടെ വള്ളത്തിലേക്ക് കയറി ചുമ്മാ റൗണ്ട് അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അത് സംഭവിച്ചത്. മത്സരത്തിൽ പങ്കെടുത്തിരുന്ന ഒരു ടീമിന്റെ വള്ളം ഫിനിഷിംഗ് പോയിന്റിന്റെ അടുത്തെത്താറായപ്പോൾ മുങ്ങിപ്പോയി. ഉടനെ തന്നെ ഫയർഫോഴ്സും നാട്ടുകാരൊക്കെ ചേർന്ന് വള്ളത്തിലുണ്ടായിരുന്ന ചേട്ടന്മാരെല്ലാം പിടിച്ച് കയറ്റി. എന്നാലും ആ കാഴ്ച കണ്ടപ്പോൾ കുറച്ച് സങ്കടമായി. നമ്മളങ്ങനെ വീണ്ടും വള്ളത്തിൽ കയറി നേരെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ നിന്ന് വള്ളങ്ങളെ ഫോളോ ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ട് വരുവായിരുന്നു. എഞ്ചിൻ വെച്ച് പോകുന്ന നമ്മുടെ വള്ളത്തിനേക്കാൾ നല്ല സ്പീഡിലായിരുന്നു അവർ വള്ളം തുഴയുന്നത്. കാരണം നമ്മൾ എത്ര ചേസ് ചെയ്തിട്ടും അവരുടെ ഒപ്പം എത്തിയില്ല. അങ്ങനെ നല്ല രീതിയിൽ വീഡിയോ എടുത്ത് വന്നപ്പോഴായിരുന്നു പോലീസുകാരുടെ സ്പീഡ് ബോട്ട് വന്ന് ഇടയ്ക്ക് കയറി ആ ഫ്ലോ അങ്ങ് കളഞ്ഞത്. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞ് ഈ കാണുന്ന സ്ഥലമാണ് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര ഇവിടെ ഒഴിച്ചു കൊണ്ടുവച്ചിരിക്കുന്ന തറവാട് വീട്. അങ്ങനെ അതും കണ്ട് മുന്നോട്ട് വന്നപ്പോഴാണ് ഈ പരിപാടി കാണുന്നത്. ഇതാണ് ഫ്ലൈ ബോർഡ് വാട്ടർ ജെറ്റ് പാക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം നേരിട്ട് കാണുന്നത്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. അങ്ങനെ വാശിയേറിയ വള്ളംകളി മത്സരത്തിനൊടുവിൽ ഗരുഡൻ എന്ന വള്ളമാണ് കപ്പടിച്ചത്. വള്ളംകളിയൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോൾ കാണുന്ന ഇതാണ് കക്കാച്ചുള. നേരത്തെ ഇവിടെ കക്കയൊക്കെ നീറ്റിയിരുന്ന സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ കുറെ വർഷങ്ങളായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്.